ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച് തീർന്നത്. 2-ാമത്തെ അധ്യായത്തിൽ 4 സഭകളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തിയഥൈര. എന്നാൽ സഭകളോടുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശം തീർന്നിട്ടില്ല. 3-ാം അധ്യായത്തിലും ആ സന്ദേശങ്ങൾ തുടരുന്നതാണ് നാം കാണുന്നത്. പരിശുദ്ധാത്മാവിന് സഭയോട് പറയാനുള്ളത് ഇനിയും വളരെയധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആത്മാവ് സഭകളോട് പറയുന്നത് തുടരുന്നത്. കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ഈ സന്ദേശങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെയും എന്നത്തെയും സഭകൾക്കും കൂടി ഉള്ളതാണ്. സഭകൾ എന്ന് പറയുമ്പോൾ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന വിശ്വാസികളാണ് സന്ദേശം ശ്രവിക്കേണ്ടത്. സഭയിലിരിക്കുന്ന വിശ്വാസികളുടെ സ്വഭാവത്തിന്, മനുഷ്യന്റെ സ്വഭാവത്തിന് വലിയ മാറ്റം അന്നും ഇന്നും ഇല്ലല്ലോ. 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പ്രവണതകളും സ്വഭാവവിശേഷങ്ങളും ഇന്നും പ്രകടമാണ്. അതുകൊണ്ട് നാം നമ്മുടെ പഠനം തുടരുമ്പോൾ ഈ സന്ദേശങ്ങളെ കാലഹരണപ്പെട്ട പുരാരേഖകളായോ പഴംപുരാണങ്ങളായോ ദർശിക്കരുത്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത അധ്യായങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ കഴിയുമായിരുന്നു എന്നൊരിക്കലും ചിന്തിക്കരുത്. നാം കേൾക്കുന്ന സന്ദേശങ്ങൾ നമ്മെ തന്നെ കണ്ടെത്തുന്നതിനായിട്ട് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന കണ്ണാടികളാണ്. ആ കണ്ണാടിയിലേക്ക് നോക്കി കുറച്ചുകൂടി നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി തിരുത്തലുകൾക്ക് വിധേയപ്പെടുന്നതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരു ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് 3-ാം അധ്യായത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. 3-ാം അധ്യായത്തിൽ 3 സഭകളെ കുറിച്ചാണ് സന്ദേശം നൽകി കർത്താവ് വിലയിരുത്തുന്നത്. ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്ന 3 സഭകൾ സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്യ. പഠനം തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്ന മാർക്കിന്റെ കാര്യം ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ, നാം പഠിച്ച 4 സഭകൾ, 2-ാം അധ്യായത്തിലെ 4 സഭകളില് ഒരു സഭ 100% മാർക്ക് നേടിയ സഭയായിരുന്നു. എന്നാൽ ബാക്കി സഭകൾ 50% മാർക്ക്, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് തിരുത്താനായിട്ട് ഉണ്ടായിരുന്നു. പേരുകൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഫെസോസിനും പെർഗമോസിനും തിയഥൈരയ്ക്കും 50% മാർക്കാണ് കിട്ടിയത്. അവർക്ക് ഒരുപാട് തിരുത്തലുകൾ ആവശ്യമായിരുന്നു. സ്മുർണയ്ക്ക് മാത്രമാണ് 100% മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. നാം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 3 സഭകളെ കുറിച്ച് പഠിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഈ 3 സഭകളെ ഒരുമിച്ച് നാം വിലയിരുത്തുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഫിലാദൽഫിയ സഭയ്ക്ക് 100% മാർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ സർദീസിലെ സഭയ്ക്കും ലവോദിക്കയിലെ സഭയ്ക്കും 0 ആണ് ലഭിച്ചത്. കാര്യമായി സ്കോർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് 3-ാം അധ്യായം പഠിക്കുവാനായിട്ട് തുടങ്ങേണ്ടത്. സർദീസിലെ സഭയുടെ ദൂതന് എഴുതിയ സന്ദേശം വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ സന്നിധിയിലും അവന്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സർദീസിലെ സഭയ്ക്കുള്ള സന്ദേശം നാം പരിശോധിക്കുമ്പോൾ മൊത്തമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സർദീസ് വളരെ ബലഹീനമായ ഒരു സഭയാണ്, എ ഫീബിൾ ചർച്ച്. അതുകൊണ്ട് ആണ് അവർക്ക് കാര്യമായിട്ടുള്ള മാർക്ക് ലഭിക്കാതെ പോയത്. പുരാതന സർദീസ് എന്ന് പറയുന്നത്
ഏഷ്യ മൈനറിൽ അല്ലെങ്കിൽ ടർക്കിയിൽ ലുദിയ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്നു. ലുദിയ എന്നൊരു വ്യക്തി അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. ആ ആളെക്കുറിച്ചല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഒരു സംസ്ഥാനത്തിന്റെ കാര്യമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു പട്ടണമായിരുന്നു സർദീസ്. എഫെസോസിന് ഏതാണ്ട് 50 മൈൽ കിഴക്കായി 5 പ്രധാന റോഡുകൾ സന്ധിക്കുന്ന ഒരു സ്ട്രാറ്റജിക് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. സർദീസ് ഒരു സൈനിക താവളവും ഒരു വ്യാപാര കേന്ദ്രവുമായിരുന്നു. പെട്ടെന്ന് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ഉയർന്ന പീഠഭൂമി, നിരപ്പായ ഉയർന്ന ഒരു ഭൂമി, ഒരു ഉന്നത തടം ആയിരുന്നു സർദീസ്. ഈ ഉന്നതമായിട്ടുള്ള സ്ഥലത്ത് ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു. ആ കോട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ 5 റോഡുകൾ സന്ധിക്കുന്ന സ്ഥലം കാണാനായിട്ട് സാധിക്കും. സർദീസിലെ കോട്ട പ്രധാന റോഡുകളിൽ നിന്ന് 1500 അടി ഉയരത്തിൽ ആണ് നിലകൊണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും എത്തിപ്പിടിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. പഴയകാല രാജാക്കന്മാരുടെ കോട്ടകൾ നിങ്ങൾ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും ഇതുപോലത്തെ ഉന്നതമായ കുന്നുകളുടെ, മലകളുടെ മുകളിലാണ് ആ കാലത്ത് പണിതിരുന്നത്. അതിന് പ്രത്യേക സൈനിക ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു, സുരക്ഷിത കാരണങ്ങളുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഈ പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു മതകേന്ദ്രം എന്ന് പറയുന്നത് അർത്തമീസ് ദേവിയെ ആരാധിക്കുന്നതായിരുന്നു. അർത്തമീസ് ദേവി, എഫെസോസിലും അർത്തമീസ് ദേവിയെ ആരാധിച്ചിരുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 23 മുതൽ 41 വരെ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷ ദൗത്യത്തോടുള്ള ബന്ധത്തിൽ 19-ാം അധ്യായം തുടങ്ങുമ്പോഴാണ് എഫെസോസിൽ എത്തിയ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 23 മുതൽ 41 വരെ വായിക്കുമ്പോൾ അർത്തമീസ് ദേവിയെ ആരാധിച്ചിരുന്ന ആളുകൾ അവിടെ സൃഷ്ടിച്ച ചില പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുവാനായിട്ട് സാധിക്കും. ഈ അർത്തമീസ് ദേവിയുടെ ആരാധന എന്ന് പറയുന്നത് പ്രകൃതി ആരാധനയുടെ പ്രതീകമാണ്. അർത്തമീസ് പ്രകൃതിയുടെ പ്രതീകമാണ്. പ്രകൃതിയിൽ നടക്കുന്ന മരണവും ജനനവും അല്ലെങ്കിൽ പുനർജനനവും ആധാരമാക്കിയാണ് ഈ ആരാധന വളർന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സർദീസ് ഒരു വ്യാപാര കേന്ദ്രമാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. സർദീസിലെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം കമ്പിളി വസ്ത്ര നിർമ്മാണമായിരുന്നു. കമ്പിളി വസ്ത്ര നിർമ്മാണത്തിന് പേരുകേട്ട സ്ഥലമായിരുന്നു സർദീസ്. കർത്താവായ യേശുക്രിസ്തു നൽകിയ സന്ദേശത്തിൽ വെളിപ്പാട് 3-ന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉടുപ്പ് മലിനമാകാത്തവരെ കുറിച്ച് യോഗ്യന്മാർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും എന്നും ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും എന്ന് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സർദീസുകാർക്ക് വളരെ വേഗം മനസ്സിലായി കാണും. കാരണം അവിടെ കമ്പിളി വസ്ത്ര നിർമ്മാണവും വസ്ത്രത്തോടുള്ള അവരുടെ ആഭിമുഖ്യവും ആ പട്ടണത്തെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയും. സർദീസിന്റെ അവസ്ഥയെക്കുറിച്ച് നാം അവലോകനം ചെയ്യുമ്പോൾ മഹത്വം നശിച്ച, മഹത്വവും പ്രതാപവും ഒക്കെ പൊയ്പോയ, പ്രതാപത്തിന്റെയും മഹത്വത്തിന്റെയും ഒരു നിഴൽ മാത്രമുള്ള പട്ടണമായി സർദീസ് അധപ്പതിച്ചിരുന്നു. സർദീസിലെ സഭയും പട്ടണത്തെ പോലെ തന്നെ അധപ്പതിച്ചു എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ ജീവനുള്ളവനെന്ന് പേര് മാത്രമേ ഉള്ളൂ, ഫലത്തിൽ മരിച്ചവനാണ്. ജീവൻ പേരിൽ മാത്രമാണ് ഇരിക്കുന്നത്, അനുഭവത്തിൽ മരിച്ചവനാണ് ഈ സഭയുടെ ദയനീയ അവസ്ഥ എന്ന് ഓർക്കുക. സർദീസിലെ സഭയ്ക്കുള്ള സന്ദേശം മഹത്തായ ഒരു പാരമ്പര്യത്തിൽ മാത്രം ജീവിക്കുന്ന വലിയ സഭയ്ക്കുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ്. The message to Sardis is a warning to churches that live on past glory. കഴിഞ്ഞുപോയ മഹത്വത്തിൽ ഊറ്റം കൊള്ളുന്ന സഭകൾക്കുള്ള ഒരു മുന്നറിയിപ്പും താക്കീതുമാണ് ഈ സഭയ്ക്ക് കൊടുത്ത സന്ദേശം. ആനുകാലിക കാലഘട്ടത്തിൽ ജീവനെ സംബന്ധിച്ച് അവർ അപ്രസക്തരാണ്. എന്നാൽ മറ്റു കാര്യങ്ങളിൽ പുകഴുന്നവരും പാരമ്പര്യ സഭകൾക്ക് ഇന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് പോലെ പണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് അവകാശപ്പെടുന്നതുമായിട്ടുള്ള സഭകൾക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് സർദീസിലെ സഭയ്ക്ക് നൽകിയ സന്ദേശം. ആത്മീയ ശുശ്രൂഷ എന്നും നവീനവും പുതുമയുള്ളതും ആയിരിക്കേണ്ടതാണ്. ദൈവത്തിന്റെ മക്കൾ
ദൈവത്തിന്റെ സഭ പഴമയിൽ ജീവിക്കുന്നവരല്ല, എന്നും പുതിയ പുതിയ ആത്മീയ അനുഭവങ്ങളിൽ കൂടി മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ ആത്മീയ ശുശ്രൂഷ നാം അപഗ്രഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മീയ ശുശ്രൂഷ 4 ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നതായി പല പഠിതാക്കളും അപഗ്രഥിച്ചിട്ടുണ്ട്. അത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് തിരുത്തലുകൾക്ക് ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എ മാൻ, എ മൂവ്മെന്റ്, എ മെഷീൻ ആൻഡ് ദെൻ എ മോണുമെന്റ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു മുന്നേറ്റം, ഒരു യാന്ത്രിക പ്രവർത്തനം, പിന്നീട് ഒരു ചരിത്ര സ്മാരകം. ഒരു മനുഷ്യൻ, ശക്തമായി മുന്നേറുന്ന ഒരു പ്രസ്ഥാനം, ഒരേ താളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം, പിന്നീട് ഒരു ചരിത്ര സ്മാരകം. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദർശനം ലഭിച്ച ഒരു മനുഷ്യൻ ഒരു പുത്തൻ ഉണർവിന് നാന്ദി കുറിക്കുന്നു, തുടക്കം കുറിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ അതൊരു ശക്തമായ മുന്നേറ്റമാകും. ദർശനം ലഭിച്ച ആളുടെ നേതൃത്വത്തിലോ അദ്ദേഹത്തിന്റെ പ്രേരണയിലോ ഒരു ശക്തമായ മുന്നേറ്റം ദേശത്ത് ആ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കുറച്ചുകൂടി കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ 1-ാം തലമുറ ഇല്ലാതെയാകുമ്പോൾ, ഈ ദർശനം ലഭിച്ച 1-ാം തലമുറ ഇല്ലാതെയാകുമ്പോൾ ഈ മുന്നേറ്റം ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കുന്ന യാന്ത്രികതയായി മാറും. പിന്നെ അത് മറ്റുള്ളവർക്ക് കണ്ട് രസിക്കാൻ മാത്രം ഉതകുന്ന ഒരു ചരിത്ര സ്മാരക ചിഹ്നമായിട്ട് അവശേഷിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ചുറ്റുമുള്ള പല സഭകളെയും, പല ക്രൈസ്തവ സ്ഥാപനങ്ങളെയും, പല ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെയും നോക്കിയാൽ നമുക്കിത് അന്വർത്ഥമാണ് എന്ന് കാണാനായിട്ട് കഴിയും. ദർശനം ലഭിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ ആളുകൾ ഒരു മുന്നേറ്റം ഉണ്ടാക്കി, ഒരു പ്രസ്ഥാനം വളർത്തിയെടുത്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യാന്ത്രികമായിട്ട് ഒരേ താളത്തിൽ അത് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് നാം നോക്കുമ്പോൾ മറ്റേത് മതത്തിലെയും മറ്റേത് സഭയിലെയും ഒരു പ്രസ്ഥാനം പോലെ തന്നെ ഒരു ചരിത്ര സ്മാരകമായി അവശേഷിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ചേതനയറ്റ, ജീവനില്ലാത്ത കുടീരങ്ങളായിട്ട് അവ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ആണ് ഇവിടെ ഓർക്കേണ്ടത്. സർദീസിനെ കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ ഈ പറഞ്ഞതില് 4-ാം ഘട്ടത്തിലാണ് അവർ നിൽക്കുന്നത്. അവരൊരു ചരിത്ര സ്മാരക ചിഹ്നമായി മാത്രം മാറിയിരിക്കുന്നു. ജീവന്റെ കണിക പോലും അവിടെ കാണുവാനായിട്ടില്ല. എങ്കിലും അവരെക്കുറിച്ച് പ്രത്യാശ ഉണ്ടെന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. അത് നമ്മളെ ധൈര്യപ്പെടുത്തേണ്ടതും ഉത്തേജിപ്പിക്കേണ്ടതുമാണ്. ഈ മുഖവരിയോടുകൂടി നാം സാധാരണ ചെയ്യുന്നത് പോലെ സഭയ്ക്കുള്ള സന്ദേശത്തെ 5 പടികളായിട്ട് അപഗ്രഥിക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവ് എങ്ങനെ തന്നെ പരിചയപ്പെടുത്തുന്നു, അവരുടെ അഭിനന്ദിക്കുവാനുള്ള കാര്യം എന്താണ് എടുത്തു പറയുന്നത്, അവരുടെ കുറ്റം എന്താണ്, അവർക്ക് നൽകുന്ന ഉപദേശം എന്താണ്, അവർക്ക് കൊടുത്ത വെല്ലുവിളി എന്താണ്. ഈ തരത്തിൽ നാം ഈ സന്ദേശത്തെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത് കർത്താവ് തന്നെ പരിചയപ്പെടുത്തിയത് നോക്കാം. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നത് 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ എന്നാണ്. അത് തന്നെ നമുക്ക് നൽകുന്ന സന്ദേശം പ്രത്യാശയുണ്ട് എന്നാണ്. ഞാൻ അല്പം മുമ്പേ പറഞ്ഞു, 4-ാം ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു ചരിത്ര സ്മാരക ചിഹ്നമായിട്ട് മാത്രം ഇരിക്കുന്ന സർദീസിനെ കുറിച്ചും പ്രത്യാശ ഉണ്ടെന്നാണ് കർത്താവ് പറയുന്നതെന്ന്. പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, എങ്ങനെയുള്ള സഭയാണെങ്കിലും സഭയുടെ തല കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിന് പുതുജീവൻ കൊണ്ടുവരുവാൻ കഴിയും. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കൈവശമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 18-ാം വാക്യത്തിൽ നാം ഇത് പഠിച്ചതാണ്. മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കൈവശമാണ്. മാത്രമല്ല, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്യമാണ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, മരണത്തെ അവൻ തോൽപ്പിച്ചു, ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി യാതൊരു കർത്തൃത്വവും ഇല്ല. അവൻ സഭയുടെ തലയായിരിക്കുന്നിടത്തോളം മരിച്ചവർക്കും പ്രത്യാശയുണ്ട്. ലാസറിനെ പോലെ മരിച്ച് 4 നാൾ കഴിഞ്ഞ് ചരിത്ര സ്മാരകമായി കല്ലറയിൽ അവശേഷിച്ചാലും
പ്രത്യാശയുണ്ട്. അവൻ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. സ്തോത്രം. പ്രത്യാശ നൽകുന്ന ദൈവം എന്നൊരു പേര് തന്നെ നമ്മുടെ ദൈവത്തിനുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ നാം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നവരുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. മാത്രമല്ല, സർദീസിലെ സഭയ്ക്ക് യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ എന്നാണ് എന്ന് നാം കേട്ടല്ലോ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആത്മാവ് ഒന്ന്. എഫേസ്യർ 4:4. ഇവിടെ നാം വായിക്കുന്ന ആത്മാവ് ഒന്ന് എന്നാണ്. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. എന്നാൽ 7 ആത്മാവ് എന്നിവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, 7 എന്ന സംഖ്യ തികവും പൂർണ്ണതയും കുറിക്കുന്നു എന്ന് നാം നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളത് ഓർക്കുക. പരിശുദ്ധാത്മാവാണ് സഭയ്ക്ക് ജീവൻ നൽകുന്നത്. സർദീസുകാർക്ക് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നതും ജീവനാണ്. ദൈവത്തിന്റെ തികവുള്ള, ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ആത്മാവ് 7 ദീപങ്ങളായി ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായി വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സർവ്വതും കാണുന്ന കണ്ണുകളുള്ള ദൈവത്തിന്റെ ആത്മാവ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ് നാം ഇത് വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4:5-ലും 5:6-ലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ 7 ദീപങ്ങളായിട്ടും 7 കണ്ണുകൾ ആയിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. അതുകൊണ്ട് പ്രകാശം നൽകുന്നതിനും കാണുന്നതിനും ജീവൻ കൊടുക്കുന്നതിനും ഒക്കെ ഈ ആത്മാവിന് കഴിയും. അത്ര ശക്തമായ, തികവുള്ള, പൂർണ്ണതയുള്ള ദൈവത്തിന്റെ ആത്മാവ്. ആ ആത്മാവും നക്ഷത്രവും കയ്യിൽ ഉള്ളവനാണ് അരുളി ചെയ്യുന്നത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാം ഒരു സർക്കസ് കാണാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കസ് കൂടാരത്തിൽ സർക്കസ് നടത്തുന്ന സർക്കസ് കമ്പനിക്ക് ആളുകളെ രസിപ്പിക്കാനും പിടിച്ചിരുത്താനും അമ്പരപ്പിക്കുവാനും അവരെ പലതരത്തിൽ ആശ്ചര്യഭരിതരാക്കുവാനും ഒക്കെ കഴിയും. എന്നാൽ ഒരു മൃതശരീരത്തെ ജീവൻ നൽകി ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ഒരു സർക്കസുകാരനും ഒരു സർക്കസ് കൂടാരത്തിനും കഴിയുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നിർജീവമായി പോയ ഒരു സഭയെ മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും ഒരു പരിപാടി കൊണ്ട് ജീവിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരുപക്ഷെ രസിപ്പിക്കാൻ കഴിയുമായിരിക്കും, ഉത്തേജിപ്പിക്കുവാൻ കഴിയുമായിരിക്കും, അമ്പരിപ്പിക്കുവാൻ കഴിയുമായിരിക്കും, പഠിപ്പിക്കുവാൻ കഴിയുമായിരിക്കും, പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഒരിക്കലും ജീവൻ നൽകുവാനായിട്ട് കഴിയുകയില്ല. നോ മാൻമെയ്ഡ് പ്രോഗ്രാം നെവർ ബ്രിങ് ലൈഫ് ടു എ ഡെഡ് ചർച്ച് എന്നർത്ഥം. മരിച്ചുപോയ, ജീവനില്ലാത്ത ഒരു സഭയെ സജീവം ആക്കുന്നതിനായിട്ട് മനുഷ്യനിർമ്മിതമായ ഒരു പരിപാടിക്കും ഒരു പദ്ധതിക്കും കഴിയുകയില്ല. ജീവദാതാവായ, മരണത്തിന്റെയും പാതാളത്തിന്റെയും ജീവന്റെയും എല്ലാം താക്കോൽ ഉള്ള കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ടുള്ള ജീവൻ ഉണ്ടാകുവാനും അല്ല നിത്യജീവൻ ഉണ്ടാകുവാനുമായിട്ടാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൻ ആ ജീവൻ നൽകുവാനായിട്ട് കഴിഞ്ഞത്. നാം സഭയുടെ ജനനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണല്ലോ പുതിയ നിയമസഭയുടെ ജനനം നാം കാണുന്നത്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ് സഭയ്ക്ക് ജീവൻ വെച്ചതും സഭയ്ക്ക് ജനനം ഉണ്ടായതും. ജീവൻ ആത്മാവിൽ നിന്നാണ് വരുന്നത്, ആത്മാവിൽ നിന്നാണ് വന്നത്, ആത്മാവിൽ നിന്നാണ് വരുന്നത്. ആത്മാവിനെ ദുഃഖിപ്പിക്കുകയും ആത്മാവിനെ കെടുക്കുകയും ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുമ്പോൾ സഭയ്ക്ക് ശക്തി നഷ്ടപ്പെടുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ നാം വായിക്കുന്നത്, ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 1 തെസ്സലോനിക്ക ലേഖനം 5:9 ആത്മാവിനെ കെടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4:30 ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇബ്രായ ലേഖനം 10:26 ആത്മാവിനെ നിന്ദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആത്മാവിനെ അവഗണിക്കുമ്പോഴാണ് സഭയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയും സഭയ്ക്ക് ശക്തി ഇല്ലാതാവുകയും ചെയ്യുന്നത്. എന്നാൽ സഭാംഗങ്ങൾ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കുമ്പോൾ, വിശ്വാസികൾ തമ്മിൽ പരസ്പരമുള്ള ബന്ധം ശരിയാക്കുമ്പോൾ ദൈവസഭയ്ക്ക് നവജീവൻ, പുതുജീവൻ നൽകും. അതിനാണ് ഉണർവ്
എന്ന് നാം പറയുന്നത്. ദൈവത്തോടും മനുഷ്യരോടും എങ്ങനെയാണോ നാം ബന്ധിക്കപ്പെട്ടിരിക്കേണ്ടത്, ആ അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ സഭയിലൊരു നവചൈതന്യം വ്യാപരിക്കുവാൻ ഇടയാകും. അതിനെയാണ് സാങ്കേതികമായിട്ട് ഉണർവ് അല്ലെങ്കിൽ റിവൈവൽ എന്ന് നാം പറയുന്നത്. ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിൽ ദൈവത്തിന്റെ 7 ആത്മാവ് മാത്രമല്ല 7 നക്ഷത്രവുമുണ്ട് എന്ന് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പഠിച്ചത് ഓർക്കുക. നാം പഴയ പാഠത്തിലേക്ക് പോയി വെളിപ്പാട് 1:20 പഠിച്ചത് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാണ്. അവരെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഒരു സഭയുടെ ജീർണതയ്ക്കും മരണത്തിനും കാരണക്കാരൻ സഭയുടെ നേതാവായ ശുശ്രൂഷകൻ അല്ലെങ്കിൽ സഭയുടെ നേതാവായ ഇടയൻ, മൂപ്പൻ അല്ലെങ്കിൽ മേൽനോട്ടക്കാരൻ ആകാം. അദ്ദേഹത്തിന്റെ നിർജീവതയാകാം സഭ മുഴുവൻ നിർജീവതയിലേക്ക്, ജീർണതയിലേക്ക് പോകുവാനുള്ള കാരണം. എന്നാൽ സഭയുടെ നാഥനായ കർത്താവ് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ നീക്കി ആ സ്ഥാനത്ത് ജീവനുള്ളൊരു നേതാവിനെ നിയമിക്കുമ്പോഴായിരിക്കും സഭയ്ക്ക് ജീവൻ പകരുവാനായിട്ട് കർത്താവിന് എളുപ്പമാകുന്നത്. കർത്താവിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന, ആ ജീവൻ പ്രാപിച്ച ഒരാള് ആ സ്ഥാനത്തുള്ളപ്പോൾ ആയിരിക്കും കർത്താവിന് ജീവൻ പകരുന്നതിന് എളുപ്പമാകുക. അതുകൊണ്ട് ഇത് രണ്ടും കർത്താവിന്റെ നിയന്ത്രണത്തിലാണ്. ജീവൻ നൽകാൻ കഴിയുന്ന ആത്മാവും അതുപോലെ തന്നെ സഭയെ ജീവനിൽ മുമ്പോട്ട് നയിക്കേണ്ടതായ സഭയുടെ നേതാവും കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്ന കാര്യമാണ് പ്രാരംഭമായിട്ട് ഈ സഭയെ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. അത് പ്രത്യാശയുടെ വചനങ്ങളായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിർജീവമായിരിക്കുന്ന ജീവനുള്ളവനെന്ന് പേരുണ്ട് മരിച്ചിരിക്കുന്ന ഈ സഭയെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവും ദൈവം അയക്കുന്ന ദൂതന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ നേതാക്കന്മാരും തന്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന ഒരു കർത്താവിന്റെ മനസ്സിൽ ഈ സഭയെ ജീവിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് അറിയുന്നത് തന്നെ നമുക്ക് ഉത്തേജനവും പ്രത്യാശയും പകരുന്നതാണല്ലോ. നമുക്ക് മുമ്പോട്ട് പോകാം. ഈ സഭയ്ക്ക് കർത്താവ് നൽകിയ അംഗീകാരവും അവരെക്കുറിച്ച് പറഞ്ഞ കുറ്റവുമാണ് ഇനി നമുക്ക് പരിശോധിക്കാനായിട്ടുള്ളത്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. സർദീസിലെ വിശുദ്ധന്മാരെ അഭിനന്ദിക്കുന്ന തരത്തിൽ വിശദമായിട്ട് കർത്താവായ യേശുക്രിസ്തു ഒന്നും വിവരിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. നാം കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ച 4 സഭകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവർ ചെയ്ത അഭിനന്ദനീയമായ കാര്യങ്ങളെ കർത്താവ് വിവരിക്കുന്നുണ്ടായിരുന്നു. അത് പലതും ഞാൻ എടുത്തു പറഞ്ഞിട്ട് ഇതൊക്കെ അനുകരണീയമാണ് എന്ന് പറഞ്ഞതും നിങ്ങളുടെ ശ്രദ്ധയിൽ കാണും. എന്നാൽ ഈ സഭയോട് ഞാൻ ഇതിന്റെ പ്രവൃത്തി അറിയുന്നു എന്നുള്ളതല്ലാതെ എന്താണ് അവർ പ്രവർത്തിച്ചതെന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ അടുത്ത ശ്വാസത്തിൽ പറഞ്ഞത്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പോൾ ഒരു പാരമ്പര്യത്തിന്റെ നിഴലിലാണ്, ഒരു പാരമ്പര്യത്തിന്റെ തണലിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് ജീവദായകമായിട്ട് നൽകുവാനായിട്ട് കഴിയുന്നില്ല എന്ന് ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർദീസിലെ വിശുദ്ധന്മാരെ അഭിനന്ദിക്കുന്ന തരത്തിൽ യേശു വിവരങ്ങളൊന്നും പറയുന്നില്ല. ഇതിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറവാനുണ്ട് എന്ന പ്രയോഗവും ഈ സഭയോടുള്ള ബന്ധത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് അത് രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്രൂവലും അക്യൂസേഷനും. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞതല്ലാതെ നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്, കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട് എന്നൊക്കെ മറ്റ് സഭകളോട് പറഞ്ഞ തരത്തിലുള്ളൊരു പ്രയോഗം ഈ സഭയോടുള്ള ബന്ധത്തിൽ നാം കാണുന്നില്ല. ഈ സഭ തിരുത്തേണ്ടതായ ഏതെങ്കിലും ദുരുപദേശത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല, ഏതെങ്കിലും നടപടികളെക്കുറിച്ച് പറയുന്നില്ല, എതിർപ്പുകൾ നേരിടുന്നതിനെക്കുറിച്ച്, സഹിക്കേണ്ടി വരുന്ന പീഡനത്തെക്കുറിച്ച് ഒരു പരാമർശവും ഈ സഭയോടുള്ള ബന്ധത്തിൽ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. ഒരു പക്ഷേ കുറച്ച് കഷ്ടത ഉണ്ടായിരുന്നെങ്കിൽ, പീഡനം കുറെ കൂടി സഹിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഈ സഭ കുറച്ചുകൂടി നന്നായേനെ എന്ന് വായനക്കാർക്ക് ചിന്തിക്കുകയാണെങ്കിൽ തോന്നിപ്പോകും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും അവർക്കുള്ളതായിട്ട് കർത്താവ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭ സുഖലോലുപതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, സംതൃപ്തിയിലാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തിലാണ് അവരുടെ സംതൃപ്തിയും സുഖവും എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞകാല നേട്ടങ്ങളിലാണ്. കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് സഭയിൽ ഇത്ര ആളുകളുള്ളത്, സഭയ്ക്ക് ഇത്ര ആഡംബരമുള്ളത്,
സഭയ്ക്ക് ഇത്ര പ്രൗഢ ഗംഭീരമായ ഒരു കെട്ടിടം പണിയാൻ കഴിഞ്ഞത്, ഞങ്ങൾ ഈ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവർ പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞകാല നേട്ടങ്ങളാണ്. അവരുടെ പ്രശംസ ശക്തിയില്ലാത്ത ആകാരം ഉള്ള പട്ടണത്തെ പോലെ തന്നെ. സർദീസ് പട്ടണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. സർദീസ് പട്ടണം വളരെ ഉയർന്നിരുന്നതായിരുന്നെങ്കിലും അത് നിർജീവതയുള്ള, പഴമയിൽ പുകഴുന്ന ഒരു പട്ടണമായിരുന്നു എന്ന് പറഞ്ഞു. അതേ അവസ്ഥ തന്നെയാണ് സഭയ്ക്കുമെന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞിരുന്നു. ഇവർക്കും ഒരു യാഥാർത്ഥ്യ ബോധമില്ല, വെറുതെ പ്രശംസിക്കുകയാണ്. അവരുടെ ആകാരം, നിങ്ങൾ അവരുടെ ശരീരഘടന നോക്കിയാൽ തീരെ ബലമില്ലാത്ത, ഇന്നത്തേതൊന്നും പറയാനില്ല. കർത്താവായ യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പിടിച്ചത് ചിലത് കൊണ്ടുവരാനായിട്ടാണ്. അങ്ങനെയുള്ളതൊന്നും തന്നെ ഇവർക്ക് കാണിക്കാനോ കൊടുക്കാനോ ഇല്ല എന്നുള്ളതാണ് ഇവരുടെ പരിതാപ അവസ്ഥ. ഇന്ന് ജീർണിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ അവരത് തിരിച്ചറിയുന്നുമില്ല. ജീർണതയ്ക്ക് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഈ സഭ ചെയ്യുന്നത്. സത്യത്തിൽ സർദീസിന്റെ പ്രവൃത്തികളും മരണത്തിന്റെ വക്കിലാണ്. കാരണം സഭയിലെ വിശ്വാസികൾ ആലസ്യത്തിലും നിദ്രയിലുമാണ്ട് കഴിഞ്ഞിരുന്നു. സർദീസിന്റെ ദീർഘമായിട്ടുള്ള ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സർദീസിലെ കോട്ട 2 പ്രാവശ്യം പിടിക്കപ്പെട്ടിരുന്നു. വളരെ വിഷമമാണ് ആ കോട്ട പിടിച്ചടക്കാനായിട്ട്. അത്യുന്നത ശൃംഗത്തിൽ ഇരിക്കുന്ന ഒരു ശക്തമായ കോട്ട. എന്നാൽ ചരിത്രം നമ്മോട് പറയുന്നത് 2 പ്രാവശ്യം ഈ കോട്ട പിടിക്കപ്പെട്ടിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ്. വീണ്ടും അതിന്റെ രേഖകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ 2 സന്ദർഭങ്ങളിലും സർദീസ് പരാജയപ്പെടാനുള്ള കാരണം കോട്ടയുടെ കാവൽക്കാർ അവിശ്വസ്തരായി തീർന്നു, ഉത്തരവാദിത്വ ബോധമില്ലാത്തവരായി തീർന്നു. വിശ്വസ്തയോടെ അവരിൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യം നിർവഹിച്ചില്ല എന്ന സത്യത്തിലാണ് നാം എത്തിച്ചേരുക. ശത്രുക്കൾ നഗരത്തിൽ കടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസ്തരായിരിക്കണം. അവർ ഉറങ്ങാതെ കാവൽ നിൽക്കേണ്ടതാണ്. അവർ കണ്ണടച്ചാൽ ശത്രു അകത്ത് കടക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ രാജ്യങ്ങളൊക്കെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFനെ വിന്യസിച്ചിരിക്കുന്നത്. എപ്പോഴും ജാഗരൂകരായിട്ടാണ് ശത്രു രാജ്യങ്ങൾ ആരെങ്കിലും കടന്ന് ആക്രമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാണ് ഈ സൈന്യം നിലകൊള്ളുന്നത്. ഇത് നമ്മെ ഒരു വലിയ സത്യം ഓർമ്മപ്പെടുത്തുന്നു. സഭയുടെ അംഗങ്ങളും സഭയുടെ നേതാക്കന്മാരും അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിൽ ഹരം പിടിച്ച് ശുശ്രൂഷയിൽ അശ്രദ്ധയും അവിശ്വസ്തതയും ആലസ്യവും ഉള്ളവരാകുമ്പോഴാണ് ശത്രുവിന് സഭയിൽ കടക്കാനായിട്ടുള്ള വഴി തെളിയുന്നത്. നാം കഷ്ടതയിലും ദാരിദ്ര്യത്തിലും കൂടെയൊക്കെ കടന്നു പോവുകയും കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളതും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചന പഠനത്തിലും ഒക്കെ ജാഗരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശത്രുവിന് വിള്ളലുകൾ ഉണ്ടാക്കി അതിലേക്ക് കടക്കുവാനായിട്ട് അവസരം ഉണ്ടാകുകയില്ല. എന്നാൽ അനുഗ്രഹ സമൃദ്ധിയിൽ പണ്ട് കാലത്ത് ദൈവം ഏതാണ്ടൊക്കെ ഈ സഭയെ കണ്ടിട്ട് അനുഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് കൊണ്ട് അതിൽ ഹരം പിടിക്കുകയും ശുശ്രൂഷയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ആലസ്യം വന്നു കൂടുകയും ചെയ്യുമ്പോൾ ശത്രുവിന് സഭയിൽ കടക്കുവാനായിട്ട് വഴി തെളിയുകയാണ്. ആത്മീയ അപഗ്രഥനം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം സർദീസിലെ സഭ സർദീസ് പട്ടണത്തിൽ ചൈതന്യമുള്ള ഒരു സ്വാധീന ശക്തി ആയിരിക്കുവാൻ ശ്രദ്ധിച്ചില്ല. ഏത് സഭയെയും ഒരു പട്ടണത്തിലാക്കി വെച്ചിരിക്കുന്നത് സമൂഹത്തെ ഇമ്പാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നതിനായിട്ട് സർദീസ് സഭയ്ക്ക് കഴിഞ്ഞില്ല. ആലസ്യ സാക്ഷ്യമാണ് സഭ സമൂഹത്തിന് നൽകിയ സന്ദേശം. ശത്രുവിന്റെ കോട്ടകളിലേക്ക് കടന്ന് ആക്രമിക്കുന്ന പോരാട്ട വീര്യം സഭയ്ക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ കടന്നു കയറി ആക്രമിക്കണമെന്ന് അവർ ചിന്തിച്ചില്ല. സഭയെ പീഡിപ്പിക്കുവാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുന്നേറ്റമില്ലാത്തയിടത്ത് ഏറ്റുമുട്ടലുകൾക്ക് സാധ്യതയില്ലല്ലോ. മുന്നേറ്റം ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചടികൾ, ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയുള്ളൂ. നാം മുന്നേറാൻ താല്പര്യം കാണിക്കുന്നില്ല, സമൂഹത്തെ ഇമ്പാക്ട് ചെയ്യുന്നില്ല, സ്വാധീനിക്കുന്നില്ല, നാം നമ്മുടെ ചടങ്ങ് ആരാധനകളായിട്ട് മാത്രം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആരും നമ്മളെ ശ്രദ്ധിക്കുകയോ നമ്മളെ ആക്രമിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. സർദീസ് പട്ടണത്തിലെ അവിശ്വാസികളെ സംബന്ധിക്കുന്നിടത്തോളം സർദീസ് സഭ ആദരവർഹിക്കുന്ന ഒരു കൂട്ടം നല്ല ആളുകൾ. അവരിൽ അപകടകരമായി ഒന്നും കാണാനില്ല, ആഗ്രഹിക്കത്തക്കതായി ഒന്നുമില്ല. നീദർ ഡേഞ്ചറസ് നോർ ഡിസൈറബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അവർ അപകടകാരികളുമല്ല, പ്രത്യേകിച്ച് അവരിൽ എന്തെങ്കിലും ആഗ്രഹിക്കത്തക്കതായിട്ട് കാണുന്നുമില്ല. നിർജീവമായിട്ടുള്ളൊരു സാക്ഷ്യവും നാശോന്മുഖമായ ഒരു ശുശ്രൂഷയുമുള്ള നിരുപദ്രവകാരികളായിട്ടുള്ള ഒരു സഭ. സഭ ഇങ്ങനെ ഇരിക്കുവാനല്ല ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൊടികളോടുകൂടിയ
ഒരു വലിയ സൈന്യം പോലെ കയറി വന്ന് നാം ആയിരിക്കുന്ന പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് ആ പട്ടണത്തെ സ്വാധീനിക്കുവാനായിട്ട് 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് നാം വായിക്കുന്ന യെരുശലേമിനെ അവരുടെ ഉപദേശം കൊണ്ട് നിറച്ചു, ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്നൊക്കെയാണ്. അല്ല, അവരത് അടങ്ങിക്കൂടി അവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയായിരുന്നില്ല. പഴയകാല മഹിമയിൽ പുകഴുകയല്ല ചെയ്തത്. ഞങ്ങൾക്ക് വലിയ അപ്പസ്തോലന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്. അവർ നിരന്തരം ശത്രുവിന്റെ പാളയത്തിലേക്ക് കടന്നു കയറി നരകത്തെ കൊള്ളയടിച്ച് ആത്മാക്കളെ ദൈവരാജ്യത്തിലാക്കുന്ന ഒരു പ്രക്രിയയിലായിരുന്നു. സർദീസ് അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലിയുള്ള ഒരു സഭ ആയിരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് അവർക്കൊരു നീണ്ട കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നത്, അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരണങ്ങൾ ഇല്ലാതിരിക്കുന്നത്. 4-മതായിട്ട് 2-3 വാക്യങ്ങൾ, 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവർക്ക് കർത്താവ് നൽകുന്ന അഡ്മോണിഷൻ അല്ലെങ്കിൽ ഉപദേശം, ഇവർക്ക് നൽകുന്ന ഉപദേശമാണ് കുറച്ചുകൂടി വിശദമായിട്ട് വരുന്നത്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശം തുടങ്ങുന്നത് തന്നെ ഉണർന്നുകൊള്ളുക, ഒരുങ്ങിയിരിക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചില പദങ്ങൾ ഞാൻ ചേർത്തതാണ്. തുടങ്ങിയത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എന്താണ് കാരണം? നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക, മാനസാന്തരപ്പെടുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. ഉണരുക, ഒരുങ്ങിയിരിക്കുക. ഈ സന്ദേശമാണ് പ്രധാനമായിട്ട് കർത്താവ് നൽകിയതെന്ന് ശ്രദ്ധിക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 13-11 വായിക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു, നിങ്ങൾ സമയത്തെ അറിയുന്നില്ല. എന്റെ വിവർത്തനമാണ്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ എന്നാണ് നാം മലയാള ബൈബിളിൽ കാണുന്നത്. അത് വിവർത്തനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സമയത്തെ അറിയുന്നില്ല, കാരണം ഉണരാനുള്ള സമയമായി എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇത് വീണ്ടും പറയുകയാണ്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ എന്ന് പറഞ്ഞാൽ നാം ചിന്തിച്ച സമയത്തേക്കാൾ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. ദൈവം സഭയെ ദേശത്ത് കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കാനായിട്ട് പാടില്ല. ഉറങ്ങാനും ഉറക്കം തൂങ്ങാനും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മെ കാക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ പരിപാലകനായ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവൻ ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ കാവൽ ചെയ്യുന്നു എന്നാണ് 121-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാമും ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കണം. ഒരിക്കലും ഉറങ്ങിപ്പോകുവാനായിട്ട് പാടില്ല. രാവോ പകലോ മിണ്ടാതിരിക്കാൻ പാടില്ല. യഹോവയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ജനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആ ഒരു വലിയ ഉത്തരവാദിത്വമാണ്, കാവൽക്കാരൻ എന്നുള്ള ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ കാവൽക്കാര് നാണം കെട്ട് ഉറങ്ങുന്നവരായാൽ ആ നഗരം പിടിക്കപ്പെടുമല്ലോ. സർദീസിന്റെ ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. സർദീസിലെ കാവൽക്കാർ അവർ ഗാഠനിദ്രയിലായപ്പോഴാണ് 2 പ്രാവശ്യം ആ പട്ടണത്തിന് പരാജയം നേരിടേണ്ടി വന്നത്. സഭയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറയുന്നത് കോട്ട കാക്കുക, കാവൽക്കാരെ ഉണർന്നിരിക്കുക, ജാഗ്രതയുള്ളവരായിരിക്കുക എന്നാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയിൽ ഉണർവുണ്ടാകാനുള്ള ഒന്നാമത്തെ പടി എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള അവബോധമാണ്. നമ്മളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു അവബോധം. ഒരു ശരീരത്തിന് ജീവൻ ഉണ്ടെങ്കിൽ ആ ശരീരത്തിന് വളർച്ചയുണ്ടാകും. ആ ശരീരം തിരുത്തലുകൾക്ക് വിധേയപ്പെടും. സന്താന ഉൽപാദന ശേഷി ഉണ്ടാകും, അതിന് ശക്തി ഉണ്ടാകും. ദൈവസഭയെക്കുറിച്ച് ചിന്തിക്കുക. ജീവനുണ്ടെങ്കിൽ വളർച്ചയുണ്ടാകും, തെറ്റുകൾ തിരുത്തും, പുതിയ പുതിയ ആത്മാക്കളെ ജനിപ്പിക്കും, ജീവിക്കുന്നതിനും പാപത്തെ അതിജീവിക്കുന്നതിനുള്ള ശക്തി ഉണ്ടാകും. ഒരു സഭയിൽ ഈ ഘടകങ്ങൾ ഒന്നും കാണാനില്ലെങ്കിൽ ഒന്നുകിൽ ആ സഭ മരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, യിരെമ്യാവ് 9:21 വായിക്കുമ്പോൾ, വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകൾ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ എന്ന് പറഞ്ഞപ്പോൾ സഭയുടെ എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതാണ്. പക്ഷെ ഒരു പ്രശ്നം മാത്രം, അറിയുന്നില്ലെന്ന് മാത്രം. നമ്മുടെ രോഗ അവസ്ഥകളെ കുറിച്ചൊക്കെ നാം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളുടെയും രോഗം വളരെ വൈകിയാണ് കണ്ടെത്തുന്നത്. പക്ഷെ രോഗം കണ്ടെത്തിയ സമയത്തല്ല രോഗം അവരെ ഇൻഫെക്റ്റ് ചെയ്തത്. അത് നമ്മൾ ചില ക്യാൻസർ രോഗത്തെക്കുറിച്ചൊക്കെ ലാസ്റ്റ് സ്റ്റേജാണ്, കണ്ടുപിടിച്ചപ്പോൾ വൈകിപ്പോയി എന്ന് പറയുന്നത് പോലെ പല സഭകൾക്കുള്ളൊരു പ്രശ്നം അവർ മരണാസന്നരായിരിക്കുന്നു എന്നുള്ളത്. മരണം കിളിവാതിൽ കൂടി കടന്ന് അരമനകളിലൊക്കെ എത്തിയിരിക്കുന്നു. ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ എല്ലാം മരണം കാർന്ന് തിന്നു എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുമ്പോഴത്തേക്ക് ഇനി അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയും ചെയ്യും. എന്നാൽ അത് മനുഷ്യ ശരീരത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ പറഞ്ഞത് ഓർക്കുക, ദൈവസഭയ്ക്ക് എപ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടായാൽ അവരെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം ജീവന്റെ ആധാരം, ജീവനായകൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആയതുകൊണ്ട് അവനത് കഴിയും. അതുകൊണ്ട് അവനിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ഹോശേയ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ, ഹോശേയ 7-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫ്രയീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു, അന്യജാതിക്കാർ അവന്റെ ബലം തിന്നുകളഞ്ഞു, എങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെ നരച്ചിരിക്കുന്നു, എങ്കിലും അവൻ അറിയുന്നില്ല. ഈ വാക്യങ്ങളിലെല്ലാം പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അവസ്ഥയെക്കുറിച്ച് അവബോധമില്ല എന്നുള്ളതാണ്. മരണം കടന്നതിനെക്കുറിച്ച് അവബോധമില്ല, ദോശ മറിച്ചിടാതെ അടി കരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവബോധമില്ല, അവിടെ നരച്ചിരിക്കുന്നു അതിനെക്കുറിച്ച് അവബോധം. നമ്മുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ ബോധം നമുക്ക് ആവശ്യമാണ്. ഏതൊരു സഭയും ഉണരണമെങ്കിൽ സഭയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയെക്കുറിച്ച് ആഴവും ആത്മാർത്ഥവുമായ തിരിച്ചറിവും തിരുത്താനുള്ള ഒരു മനസ്സും ഉണ്ടാകേണ്ടതാണ്. നാം പഠിച്ച ചില സഭകളെ കുറിച്ച് ചിന്തിച്ചാൽ, എഫെസോസിലെ സഭയ്ക്ക് കർത്താവ് നൽകിയ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. വെളിപ്പാട് 2:5 നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. പഗമോസ് സഭയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് വെളിപ്പാട് 2:16 ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും, ആത്മാവിന്റെ വാളുകൊണ്ട് പോരാടും എന്നാണ് അവരെ ഓർമ്മപ്പെടുത്തിയത്. സർദീസിലെ വിശ്വാസികൾ തന്റെ മുന്നറിയിപ്പ് അവഗണിച്ചാൽ, വെളിപ്പാട് 3:3 നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല. തികച്ചും അപ്രതീക്ഷിതമായ ഒരു സമയത്ത് കള്ളനെ പോലെ കർത്താവായ യേശുക്രിസ്തു വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ന്യായവിധി ഉറപ്പാണ് എന്നാണ്. നീ പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിന്നെ കണ്ട് നീ ന്യായവിധിക്ക് വിധേയപ്പെടും. ഒരു സഭയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ദൈവസഭയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, സഭ മണവാട്ടി സഭയാണ്, യേശു മണവാളനാണ്. മണവാട്ടി സഭയ്ക്ക് മണവാളനായ യേശു കള്ളനല്ല. അതുകൊണ്ട് ഉറപ്പായ ഒരു ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്, സർദീസുകാരെ ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. മണവാട്ടിക്ക് മണവാളൻ വരുന്നതിനെ കുറിച്ച് ഉത്ബോധവും യഥാർത്ഥത്തിലുള്ള അറിവും ഉണ്ടാകുമല്ലോ. എന്നാൽ ടൈം ഓർമ്മപ്പെടുത്തിയിട്ട് പറയുകയാണ്, നീ ഉണരുന്നില്ല, നീ നിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയുന്നില്ല, നീ മണവാട്ടിയാണ്, നീ ഒരുങ്ങിയിരിക്കണം എന്ന് നീ കരുതുന്നില്ല, നിന്റെ വിളക്കിൽ എണ്ണയില്ല, ആ അവസ്ഥയിലൊക്കെ നീ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല, ന്യായവിധിക്ക് വിധേയപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയിലും സമർപ്പണമുള്ള ഒരു ശേഷിപ്പ് എക്കാലത്തും ഉണ്ടായിരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെയൊക്കെ സഭ മൊത്തമായിട്ടൊരു പ്രത്യേക അവസ്ഥയിലേക്കല്ല പലപ്പോഴും പോകുന്നത്. അതുകൊണ്ടാണല്ലോ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ആരെങ്കിലുമൊക്കെ കേൾക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് സമർപ്പണമുള്ള ഒരു ശേഷിപ്പ് എക്കാലത്തും സഭയിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട് എന്ന യേശുവിന്റെ സന്ദേശം ശ്രവിക്കുക. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ, ഒരു ശേഷിപ്പ് നിനക്ക് സർദീസിൽ ഉണ്ട്. സർദീസിലെ വിശ്വാസികൾക്ക് ജീവൻ ഉണ്ട്, പക്ഷെ സമൃദ്ധമായ ജീവനില്ല. പേരിന് മാത്രം ജീവൻ, ചാവാറായ ജീവൻ. അതാണ് 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പറഞ്ഞത്.
ചാവാറായ ശേഷിപ്പുകൾ. ചത്തുപോയിട്ടില്ല. യേശു വന്നത് ഇങ്ങനെ ഒരു ജീവൻ നൽകാനല്ല എന്നത് ഓർക്കണം. സമൃദ്ധമായതും നിത്യമായതുമായിട്ടുള്ളൊരു ജീവനാണ് കർത്താവായ യേശുക്രിസ്തു നൽകുന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ജീവൻ നൽകാനല്ല കർത്താവായ യേശുക്രിസ്തു വന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ജീവൻ കൊണ്ട് ആർക്കും പ്രയോജനമില്ല. അതൊരു ബാധ്യത മാത്രമാണ് എന്ന് ഓർത്തിരിക്കുക. അവൻ പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ പ്രവൃത്തി പൂർണ്ണതയുള്ളതല്ല. 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്, പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിന്റെ പ്രവൃത്തി ദൈവസന്നിധിയിൽ ഞാൻ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. കാരണം പ്രവർത്തിക്കാനുള്ള ജീവനില്ല. ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ. വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്ക് പലതും പറയാൻ കാണും, ആംഗ്യം കാണിക്കുന്നുണ്ടാകും, എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ടാകും, കഴിയുന്നില്ല. കാരണം പ്രവർത്തിക്കാനുള്ള ജീവനില്ല. ജീവന്റെ സമൃദ്ധിയിൽ മാത്രമേ പൂർണ്ണതയുള്ള പ്രവൃത്തി വെളിപ്പെട്ടു വരികയുള്ളൂ. കർത്താവിന്റെ ഉപദേശം ശേഷിക്കുന്ന ജീവനെ നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ ശക്തിപ്പെടുത്തി എടുക്കണം എന്നതാണ്. ജീവനുണ്ട്, ഉള്ള ജീവൻ ശക്തിപ്പെടുത്തി എടുക്കണം. ക്ഷീണിച്ച് നിർജീവതയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പലരും ചിന്തിച്ചു പോകും. നമ്മുടെ എല്ലാ അവസ്ഥ അതാണ്. നിരാശയിലാണ്ട്, എല്ലാം ജീർണിച്ചിരിക്കുന്നു, ഇനിയൊരു പ്രത്യാശയുണ്ടെന്ന് തോന്നുന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു, കട്ടിലും സമയവും പണവും ഒക്കെ മെനക്കെടുത്താതെ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് മനുഷ്യരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. എന്നാൽ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ശ്രദ്ധിക്കുക. വെളിപ്പാട് 3:2, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എന്താ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം? നമ്മുടെ കർത്താവ് ചതഞ്ഞ ഓട ഒടിച്ചു കളയുന്നവനല്ല, പുകയുന്ന തിരി കെടുത്തി കളയുന്നവനുമല്ല. ജാതികൾക്ക് അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കാം. കെടാൻ പോകുന്ന, നശിച്ചു കൊണ്ടിരിക്കുന്ന ജീവനെ ഊതി ആളിക്കത്തിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. മത്തായിയുടെ സുവിശേഷം 12:19, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളും വായിക്കുക. മത്തായി 12:19, യെശയ്യാവ് 42:1 മുതൽ 4 വരെ. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ചതഞ്ഞ ഓടെ അവൻ ഓടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയുന്നില്ല, ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നമുക്ക് അല്പം ജീവൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിൽ പ്രത്യാശ വയ്ക്കാം. അവനതിനെ ആളി കത്തിക്കുവാൻ, ഹി ക്യാൻ ഫാൻ ഇറ്റ് ഇൻ ടു ഫ്ലെയിം, അതിനെ ആളി കത്തിക്കുവാനായിട്ട്, അതിനെ പുനഃസ്ഥാപിക്കുവാനായിട്ട് കർത്താവിന് കഴിയും. ജീവൻ ഉള്ളിടത്തോളം, ജീവൻ കുറച്ച് അതിൻ്റെ ഒരു കണികയെങ്കിലും ഉള്ളിടത്തോളം പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, നിരാശപ്പെടേണ്ടതായിട്ടില്ല. സർദീസിലെ ചാവാറായ ശേഷിപ്പിന്റെ സവിശേഷത എന്തായിരുന്നു? 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് സർദീസിൽ ചാവാറായ ഒരു ശേഷിപ്പുണ്ട്. അവരുടെ പ്രത്യേകത, അവരുടെ ഉടുപ്പ് മലിനമായിട്ടില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്, ഒരു ശേഷിപ്പുണ്ട്. ചരിത്രത്തിലെ ചില സൂചനകൾ നോക്കിയാൽ സർദീസിലെ ക്ഷേത്ര ആരാധകരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ മലിനമായ ഉടുപ്പ് ധരിച്ചെത്തിയാൽ ക്ഷേത്ര ദർശനത്തിന് അനുവദിച്ചിരുന്നില്ല. ശുദ്ധമായ വസ്ത്രം ധരിച്ചെത്തിയവർക്ക് മാത്രമേ ദേവീദേവന്മാരെ അവരുടെ അടുക്ക ചെന്ന് ദർശിക്കുന്നതിനായിട്ടുള്ള അവസരം നൽകിയിരുന്നുള്ളൂ. ഇന്നും മിക്ക നാടുകളിലും കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് ദർശനത്തിനായിട്ട് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നവരെ കാണുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവർക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം, സർദീസിലെ ചാവാറായ ശേഷിപ്പ് സഭയ്ക്ക് പുറത്തുള്ള വിജാതീയ സമൂഹവുമായി ഇടകലർന്ന് മലിനപ്പെട്ടിട്ടില്ല എന്നാണ്. കൂടാതെ അവർ സുഖലോലുപരും അലസരുമായി പൂർണ്ണ അനാത്മികതയിൽ വീണുപോയിട്ടുമില്ല എന്നാണ്. ഒരു ചുരുക്കം കൂട്ടം അങ്ങനെ അല്ലാത്തതുണ്ട്. ഈ സമർപ്പിതരായ ദർശനമുള്ള ആത്മീയ ശേഷിപ്പിന്റെ കയ്യിലാണ് സഭയുടെ ഭാവി ശുശ്രൂഷയും സാക്ഷ്യവും നിക്ഷിപ്തമായിരിക്കുന്നത്. വെളിപ്പാട് 3:2-3 വാക്യങ്ങൾ, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, മാനസാന്തരപ്പെടുക, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ കേട്ട വചനം ഓർത്ത് മാനസാന്തരപ്പെട്ട് വചനം അനുസരിക്കുവാൻ തയ്യാറാവുക. ഉണർവിനുള്ള വഴി ഇത് മാത്രമാണ്. ഉണരുക, കേട്ട വചനം ഓർക്കുക, മാനസാന്തരപ്പെട്ട് കേൾക്കുവാനും അനുസരിക്കുവാനും തയ്യാറാകുമ്പോഴാണ് സഭയിൽ വ്യക്തിജീവിതത്തിൽ ഉണർവുണ്ടാകുന്നത്. നമ്മുടെ ആത്മീയ പാരമ്പര്യം സംരക്ഷിക്കപ്പെടുന്നത് നല്ല കാര്യമാണ്. എന്നാൽ അത് നോക്കിയിരുന്ന് ഇതായിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടല്ല, ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ് അതിനകത്തിൽ ഊറ്റം കൊള്ളുന്നതിനായിട്ടല്ല, അഹങ്കരിക്കുന്നതിനായിട്ടല്ല. വിശ്വാസത്തിന്റെ ഒരു വലിയ പൂർവ്വചരിത്രം
ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട് മാത്രം പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ആ വിശ്വാസത്തിന് ജീവനും പ്രവൃത്തിയും ഉണ്ടാകുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിശ്വാസം നിർജീവമാണ്, നിഷ്ഫലമാണ്. യാക്കോബ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ്, നിർജീവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ ഉടമയായിട്ടിരിക്കുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവനെ ഫാൻ ടു ഫ്ലെയിം, അതിനെ ഊതി കത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് ആ ഉണർവിന്റെ കാറ്റ് നമ്മുടെ മേൽ അയക്കുവാനായിട്ട് സന്നദ്ധനായിട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു ആഴമായ അവബോധം, ആത്മാർത്ഥമായിട്ടുള്ള അവബോധം ആവശ്യമാണ്. നാം ഈ സഭയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ ദൈവം അവർക്ക് നൽകിയ വെല്ലുവിളിയെക്കുറിച്ചും അവര് ഇനിയും എങ്ങനെയാണ് ജീവനിലേക്ക് മടങ്ങി വരേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, 7 ആത്മാവും 7 നക്ഷത്രവും കയ്യിലുള്ള കർത്താവ് പുതുജീവൻ പകരുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ്. ആത്മാവിനാൽ മാത്രമേ നമുക്ക് ജീവൻ പകരുവാനായിട്ട് കർത്താവിന് കഴിയുകയുള്ളൂ. അതിന് പഴയകാല നേട്ടത്തിലും പാരമ്പര്യത്തിലും അഭിമാനം കൊണ്ടുകൊണ്ട് ഇരുന്നാൽ മാത്രം പോരാ. ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് മരിച്ചവനാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം, ചാവാറായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. കാവൽക്കാരുടെ അവിശ്വസ്തത പരാജയത്തിന് കാരണമായി എന്ന കാര്യം മറക്കരുത്. എന്നിട്ട് ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് ഓർത്ത് അത് കാത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരേണ്ടതാണ്. ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നേരത്ത് വരുമെന്ന് നീ അറിയുകയുമില്ല. ഇങ്ങനെ വരാതിരിക്കേണ്ടതിനായിട്ട് പ്രത്യാശ നൽകുന്ന ദൈവം, ജീവൻ പകരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആത്മാവ് അവന്റെ നിയന്ത്രണത്തിലാണ്. നാം ജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ നിറവ് നമ്മളിലേക്ക് അയക്കുവാൻ, നമ്മെ ജീവിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമല്ലോ. ആ കരങ്ങളിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ഏതെങ്കിലും നിർജീവതകൾ, ഏതെങ്കിലും പാപം അവിടെ എവിടെയായിട്ടൊക്കെ കടന്ന്, കിളിവാതിൽ കൂടിയൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ, അടി കരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവിടെ നരച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ തിരിച്ചറിഞ്ഞ് ആ അവബോധത്തിലേക്ക് മടങ്ങി വന്നിട്ട് കർത്താവെ ഞങ്ങളെ ജീവിപ്പിക്കണമേ, നിന്റെ ജീവന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് നമുക്ക് അവനോട് പറയാം. അവൻ തീർച്ചയായിട്ടും അവന്റെ മാരി നമ്മുടെ മേൽ അയച്ചിട്ട്, ആ ഒരു വലിയ കാറ്റ്, ഒരു ശ്വാസം നമ്മുടെ മേൽ അയച്ചിട്ട്, എഹെസ്കേൽ പ്രവചനത്തിൽ നാം കാണുന്നത് പോലെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു താഴ്വരയിൽ കർത്താവ് തന്റെ ശ്വാസം അയച്ചപ്പോൾ, തന്റെ ആത്മാവിനെ അയച്ചപ്പോൾ അത് ഒരുമിച്ച് ചേരുകയും അതിന് ജീവൻ വെക്കുകയും അതൊരു വലിയ സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തതുപോലെ നമ്മെ ജീവിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ജീവനായകനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവെ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് സ്തോത്രം. അങ്ങനെ ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. പല സ്ഥലങ്ങളിലും കർത്താവെ നിർജീവത വ്യാപരിക്കുന്നുണ്ട്. സഭയിൽ നിന്ന് നിർജീവത ധാരാളം വ്യാപരിക്കുന്നുണ്ട്. കിളിവാതിലുകൾ കൂടി കർത്താവെ മരണം അരമനകളിലേക്ക് കടന്നിട്ടുണ്ട്, അവിടെ ഇവിടെ നരച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും അവബോധമില്ലാത്തവരായി ഇരിക്കുന്ന സഭയോട്, സഭാംഗങ്ങളോട് കരുണ ചെയ്യണമേ. ശേഷിപ്പിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഉടുപ്പ് മലിനമാകാത്ത ചിലര് സഭയിലുണ്ട്. ആ ശേഷിപ്പിൽ പ്രത്യാശയുണ്ടല്ലോ. അവരെ കർത്താവെ പുതുജീവനിലേക്ക് നയിക്കണം. അവർ മുഖാന്തരം സഭ മുഴുവൻ ജീവൻ പ്രാപിപ്പാൻ, സമൂഹത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായിട്ട് സഭ ഈ ദിവസങ്ങളിൽ മാറുവാൻ തക്കവണ്ണം കർത്താവെ ഒരു ഉണർവിന്റെ കാറ്റ് സഭയിൽ അവിടെ നയിക്കണം. ഞങ്ങളെ വ്യക്തികളായി ഓരോരുത്തരെയും ഓർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹത്വം കർത്താവിന് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.